ക്രിസ്മസ് പുതുവത്സര അവധിയും തണുപ്പും ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മണിക്കൂറുകളോളം സഞ്ചാരികൾ റോഡിൽ കുടുങ്ങുകയാണ്. ഗതാഗതക്കുരുക്ക് മൂലം സഞ്ചാരികളിൽ പലരും തിരികെ മടങ്ങി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗതം വഴിതിരിച്ചുവിടുന്നതും സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മൂന്നാറിലെ മഞ്ഞുവീഴ്ച സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായതോടെയാണ് മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചത്. ഇതോടെ മൂന്നാറിലെ പല റോഡുകളും നിശ്ചലമായി. പ്രതീക്ഷയോടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഗതാഗതക്കുരുക്കുകൾ. രാത്രിയിലും സ്ഥിതി സമാനമാണ്. കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉണ്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ മടങ്ങുകയാണ്. മൂന്നാറിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് അത്രയും നിരാശയും. ഞാൻ ഇന്ന് ഏർലി മോർണിംഗ് മൂന്നാർ പോയിട്ട് ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഏകദേശം ഞാനൊരു അങ്ങോട്ടും 1 മണിക്കൂർ, റിട്ടേൺ ഇങ്ങോട്ടും 1.5 മണിക്കൂറോളം ബ്ലോക്ക് കിടന്നിട്ടാണ് ഞാൻ വരുന്നത്. നമുക്കിപ്പോൾ പെട്ടെന്ന് പോയി ഡ്രോപ്പ് ചെയ്ത് വരാൻ പറ്റില്ല, കാരണം അത്രയും ബ്ലോക്കാണ്. മൂന്നാർ സൈഡിൽ, മാട്ടുപ്പെട്ടി സൈഡിലും നല്ല ബ്ലോക്കാണെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഏകദേശം ഗസ്റ്റിനെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു, അവിടുന്ന് തിരിച്ചു പോകും. പ്രത്യേകിച്ച് നേര്യമംഗലത്തുനിന്ന് ആ റോഡ് പണി നടക്കുകയും അത് പകുതിയുടെ വെച്ച് നിർത്തി പോവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ റോഡിൽ മുഴുവൻ കുഴികളാണ്. ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനോ മറ്റു യാതൊന്നും സാധിക്കില്ല. അതുകൂടാതെ ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്നൊരു വിഷയമാണ്. പേരുകലം മുതൽ അടിമാലി വരെയുള്ളത്. ഞാനിപ്പോൾ രാവിലെ 7 മണിക്ക് വട്ടവടയിൽ വണ്ടി എടുത്തതാണ്. ഇപ്പോൾ അടിമാലിലെത്തിയ സമയം പറയുമ്പോൾ 3 മണിയായി. 3 മണിക്ക് ഇത്ര സമയം പിടിച്ചു വട്ടവടയിൽ നിന്ന് ഇവിടം വരെ എത്താൻ. ഏകദേശം 6-7 മണിക്കൂർ പിടിച്ചു വട്ടവടയിൽ നിന്ന് ഇവിടം വരെ വണ്ടി. ഇത് ബസ്സാണ്, 30 സീറ്റ് ബസ്സാണ്. ഈ ബസ്സും കൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വരുവാണ്. സാധാരണ രീതിയിൽ ഒരു 9 രൂപ 8 രൂപ ഡീസൽ വരേണ്ട സ്ഥലത്ത് ഇപ്പോൾ 14-15 രൂപയൊക്കെയാണ് ഇപ്പോൾ ഡീസൽ വരുന്നത്. വെറുതെ വണ്ടി ഡീസൽ ബ്ലോക്കിൽ കിടന്ന് നിന്ന് കത്തുക. പുതുവർഷം എത്തുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും. ഇതോടെ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആശങ്ക. അതേസമയം തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സേവനം മൂന്നാറിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ജനം, ഇടുക്കി.